അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കള്. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളെ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്.
ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കർത്താവേ, ഞങ്ങൾ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യുഗതിയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യന്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിന്റെ ശക്തി യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാവണമെങ്കിൽ അത് കർത്താവിന്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ കൃപയുടെ ശക്തിയാൽ എൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ എന്നേക്കുവാമേ. ഇന്നൊരു രസമുണ്ടായേ. ഇന്നലെ ഞാൻ അൾത്താര നിന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആൾക്കാരെ കാണുമല്ലോ. അപ്പോഴേ ഈ നടുവൊക്കെ കുടിഞ്ഞ് ആൾക്കാർ താങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക കരുണ തോന്നിയവരോട് ഞാൻ അവരുടെ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തു. അവരെ കാര്യമായിട്ട് പരിഗണിച്ച് അവർ സൈത്ത് പൂശി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവർ നിർത്തി കഷ്ടപ്പെടുത്താതെ പറഞ്ഞു വിട്ടു. അപ്പം എൻ്റെ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. അത് ഞാൻ എന്നെ തന്നെ ആക്ഷേപിച്ചതാണ് ശരിക്കും. കാര്യം ഈ കൃപാസനത്തിലെ ആൾക്കാരുടെ തിരക്ക് കാരണം ഞാൻ എല്ലാവരും ഒരുപോലെയാണ് പരിഗണിച്ചു പോണത്. ചില ആൾക്കാരെ പ്രത്യേകിച്ച് അങ്ങനെ പരിഗണിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് പറഞ്ഞാലേ, നമുക്ക് കൃപാസനം ടോക്കിൻ്റെ തന്നെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ കെയർ ചെയ്യത്തില്ല ഞങ്ങളാരും. കൃപാസനത്തിൽ വന്ന് എനിക്ക് മനസ്സിലാവും, ഈ ബിസിനസ് സെൻറ്ററിലാണ് കസ്റ്റമർ കെയർ നടത്തുന്നത്. അപ്പോൾ ആ ചേട്ടാ ഇരിക്കും, ചേട്ടാ സുഖമാണ്, ചേട്ടാ വെള്ളം വേണം കുടിക്കാൻ, ആ പോണവരെ അവരെ പിന്തിരിഞ്ഞുകൊണ്ട് അവരെ പാമ്പർ ചെയ്തുകൊണ്ട് നടക്കും. ഇങ്ങനെ ഒരു കെയർ നിങ്ങൾക്ക് കൃപാസനത്തിൽ കിട്ടത്തില്ല, എനിക്കറിയാമല്ലോ. പക്ഷെ അതിന് പകരം വേറെ ഒരു കെയർ കിട്ടും. അത് റഫായിട്ടുള്ള കെയറാണ്. എന്താണ് കാര്യം? കവനൻ കെയർ. കവനൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ചെയ്യില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കും, ഈ ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ റഫായിട്ട് പറയും, വരാം ചേച്ചാ കൈ നനയൊന്നും മീൻ പിടിക്കണ്ട, വണ്ടി വിട്ടേക്കാൻ പറയും. അതിൻ്റെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
ആ കവനൻ്റ് എന്ന് പറയുന്ന ദൈവം എത്രയോ ജനങ്ങളുടെ ലോകത്തുണ്ടായിരുന്നു. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യർ അത് അനുഭവിച്ചു. ഇന്നും എന്തുമാത്രം അക്രൈസ്തവരാണ് അൾത്താരയിൽ ഇന്നലെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണ ദൈവത്തെ അനുഭവിച്ചിട്ട്. അതൊക്കെ ഓർക്കുമ്പോഴേ, അതായത് ഒരു ദിവസം ഇന്നലെ കിട്ടിയ ഒരു സാക്ഷ്യം എന്നറിയാമോ? അതായത് ഒരു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അവരിങ്ങനെ തുപ്പി നടക്കും, ഭക്ഷണം കഴിക്കത്തില്ല. അപ്പം അവരെ മെലിഞ്ഞ ആള് ആൾക്കാരെ പിടിച്ചു കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോൾ അവർ വന്നപ്പോൾ തന്നെ അവർ വീണ് കഴിഞ്ഞ ശേഷം അവർക്ക് ബോധം വന്നപ്പോൾ, മാതാവിൻ്റെ തിരുസേന വന്നപ്പോൾ അവർ ബോധം വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ ഭക്ഷണം കഴിക്കേണ്ട അവരുടെ മകൾ കരഞ്ഞുപോയി. കാര്യം മാസങ്ങളായി അമ്മ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം അമ്മ ആ കെട്ടഴിച്ച് വിട്ട്. പക്ഷെ എന്നാലും തുപ്പൽ മാറുന്നില്ല. അത്താരയിൽ അവർ വരുമ്പോൾ അവർക്ക് വേറെ എന്തോ അസുഖമൊക്കെ പറഞ്ഞ് അത്താര വരികയാണെങ്കിലും ഞാൻ സൈത്തെടുക്കുമ്പോൾ ഈശോ എന്നെ കൊണ്ട് അവിടെ തൊണ്ടയിൽ കുരിശിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൊണ്ടയിൽ കുരിശിട്ട്. അതോടുകൂടി അവിടെ തുപ്പൽ നിർത്തി. എത്രയോ വർഷങ്ങളുടെ തുപ്പലാണ്, ഭക്ഷണം കഴിക്കാതെ. അപ്പം ഇത് കാണുമ്പോൾ ദൈവത്തിനെ അനുഭവിച്ച് കഴിയുമ്പോൾ ആ മകള് കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത്, കരഞ്ഞുകൊണ്ട്. അപ്പോൾ ഉടമ്പടി ഇതിനകം എത്രയോ ലക്ഷങ്ങൾ അത് യേശുവിനെ ആദ്യമായിട്ടും കണ്ടുമുട്ടുന്നവർ പോലും ദൈവത്തെ അനുഭവിക്കുക. അപ്പം ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും ചെയ്യണത് എന്താണ്? ഞങ്ങൾ കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല, പക്ഷെ കവനൻ്റെ കെയർ ചെയ്യും. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിനെ നീതിയെയും കുറിച്ച് തന്നെ അന്വേഷിക്കുക. അതാണ് കവനൻ കെയർ എന്ന് പറയുന്നത്. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കവനന്റെ കൃത്യവും വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി, അത് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ ഞങ്ങളെ ട്രെയിൻ ചെയ്യും. പിന്നെ കവനനെ തെറ്റിക്കുന്നവരോട് വളരെ ശാസനാപൂർവ്വം സംസാരിക്കും. തറയിലൊക്കെ ഞാൻ സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കുർബാനയ്ക്ക് വളരെ കർക്കശയോട് സംസാരിക്കും. നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് തന്നെ ഞാൻ പറയും. എന്താ കാര്യം? ചില ആൾക്കാർക്ക് ക്രിസ്തുവിന് അനുഗ്രഹം വേണം, ക്രിസ്തുവിനെ വേണ്ടേ. അപ്പം ഞങ്ങൾ ദൈവമാണെങ്കിലും ക്രിസ്തുവിൻ്റെ കൂടെ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ മാത്രമേ അനുഗ്രഹം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ കസ്റ്റമർ കെയർ, കവനന്റ് കെയർ, അത് നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം. നിലപാടിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം. എന്നാൽ പിന്നെ ക്രിസ്തു നിങ്ങളെ തിരിച്ചറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എൻ്റെ അമ്മ തന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ. എൻ്റെ പേര് മഞ്ജുകോശി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിയ്യപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവ് തന്ന വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിരുന്നു നേഴ്സിങ്ങിൻ്റെ. ആദ്യം ഞാൻ എടത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു സ്ഥാപനമായിരുന്നു ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിലിട്ടു. അത് എനിക്ക് വലിയ ഇതൊന്നും ആയിട്ടില്ലായിരുന്നു. എങ്കിലും ഞാൻ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നു 2023 ഉടമ്പടി എടുത്ത് ഈ പുണ്യഭൂമിയിൽ എന്ന് ഞാൻ കാലുകുത്തി അന്നു മുതൽ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹത്തിൻ്റെ പെരുമഴയായി തന്നു. ഞങ്ങൾ ഫെബ്രുവരി 12 2024 ഫെബ്രുവരി 12 ചങ്ങനാശ്ശേരിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടു. ഞാൻ 10 വന്നു, അച്ഛനെ കണ്ടു, ബ്ലെസ് ചെയ്തു. 11 രാത്രി വരെ
എനിക്ക് 110 കുട്ടികളായിരുന്നു വേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പണിങ്ങിൽ. എനിക്ക് 11-ാം തീയതി വൈകിട്ട് വരെ 70 കുട്ടികളെ ഉള്ളായിരുന്നു. ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. അമ്മ മാതാവിനോട് തൈലവും ഉപ്പും ഇട്ടു പ്രാർത്ഥിച്ചു. രാവിലെ ഓപ്പണിംഗ് സമയത്ത് എനിക്ക് 110 കുട്ടികളെ വേണ്ടിടത്ത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് 130 കുട്ടികളെ തന്ന് അനുഗ്രഹിച്ചു. അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, കാശ് രൂപം തന്നു, ഇത് കൊണ്ടുപോയി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് താക്കോലും വെഞ്ചരിച്ച് തന്നിരുന്നു. അതിനുശേഷമാണ് എനിക്ക് 130 കുട്ടികളെ അമ്മ മാതാവ് തന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ മകനെ പഠിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തായിരുന്നു. 3 ലക്ഷം രൂപ എടുത്തെടുത്ത് എനിക്ക് 5,30,000 രൂപ ജപ്തി നോട്ടീസായി വന്നു. ആദ്യം വന്ന് ഞാനതൊന്നും കാര്യമാക്കിയില്ല. രണ്ടാമതും വന്ന് കാര്യമാക്കിയില്ല. മൂന്നാമത് വന്നു. ഞാൻ ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസുമായി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനെ കണ്ടു, ബ്ലെസ് ചെയ്തു. അച്ഛൻ കാശ് രൂപം തന്നു. നീ ധൈര്യമായി പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ആ കാശ് രൂപമായി ബാങ്കിലേക്ക് പോയി. എനിക്ക് 5,30,000 രൂപ അടയ്ക്കേണ്ടിടത്ത് എൻ്റെ അമ്മ മാതാവ് 1.5 ലക്ഷം രൂപ എനിക്ക് അടച്ച് എൻ്റെ ലോണ് ക്ലോസ് ആക്കി തന്നു. എന്നോട് ആദ്യം ഞാൻ ചെല്ലുമ്പം മാനേജർ പറയും, അടച്ചേ പറ്റത്തുള്ളൂ, ഒരു വിട്ടുവീഴ്ചയില്ലെന്ന്. ആ മാനേജർ എന്നോട് ചോദിച്ചു, എത്ര രൂപ നിങ്ങൾക്ക് അടയ്ക്കാമെന്ന് ചോദിച്ചു. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, 1.5 ലക്ഷം രൂപയിൽ നമുക്ക് അടച്ച് ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് ഈശോയും അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി തന്നതിന് കോടാനുകോടി നന്ദി മാതാവിനോടും ഈശോയോടും ഞാൻ പറയുന്നു. മൂന്നാമതായി എനിക്കൊരു വീട് ഉണ്ടായിരുന്നു. അത് 2018 പ്രളയം വന്നപ്പോൾ മൊത്തവും പോയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ നിന്നും പഞ്ചായത്തിനുമായി എനിക്കൊരു വീട് തന്നു. എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങളത് വലിയ പൊക്കമൊന്നുമില്ലാതെ ആണ് അന്ന് ഭവനം പണിതത്. വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് എപ്പം വെള്ളം പൊങ്ങിയാലും എൻ്റെ വീട്ടിൽ വെള്ളം കയറുകയും ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറെ സ്ഥലങ്ങളിൽ പോവുകയും സാധനങ്ങളൊക്കെ എപ്പോഴും മാറ്റുകയും ചെയ്തു. വളരെയേറെ ഭാരപ്പെട്ടു. ഞാനിവിടെ വന്ന് നിയോഗത്തിൽ അമ്മയോട് വെച്ചു, അമ്മ മാതാവ് എനിക്ക് സ്വപ്നം കാണാത്ത വിധത്തിലൊരു വീട്, 2 നില വീട് തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം ആ വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ പറഞ്ഞു, ഞങ്ങൾ തന്നു സഹായിച്ചോളാം എന്ന് പറഞ്ഞു. അവസാന നിമിഷമായപ്പോൾ അവർ കൈയൊഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡും മകനും വളരെയേറെ നിരാശപ്പെട്ടു. എവിടുന്ന് തുടങ്ങും, എവിടുന്ന് അവസാനിക്കുമെന്നും അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവ് ഇത്രത്തോളം തന്നില്ലേ, ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിൽ എൻ്റെ ഈശോയും മാതാവും തുറക്കുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു വീട് തന്ന് എൻ്റെ അമ്മ മാതാവ് ഈശോയും എന്നെ അനുഗ്രഹിച്ച്. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതിന് എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാം ഞങ്ങളുടെ ആരുടെയും വലിയ ഇതൊന്നും അല്ല, ഞങ്ങൾക്ക് ആരും തന്ന് സഹായിക്കാൻ. അതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാൻ എന്ന് ഈ പുണ്യഭൂമിയിൽ കാലുകുത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമക്കളെ ഒത്തിരി സങ്കടങ്ങളും സഹനങ്ങളും ദുരിതങ്ങളും നിന്ദകളും പരിഹാസങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബവും ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്നതിന് ശേഷം എൻ്റെ അമ്മ മാതാവ് എനിക്ക് വലിയേറിയ അനുഗ്രഹങ്ങളാണ് തരുന്നത്. ഒരു ഭാഗത്തൂടെ സഹനങ്ങൾ തരുമെങ്കിലും ഒരു ഭാഗത്തൂടെ അമ്മ മാതാവ് വലിയേറിയ അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ്. എനിക്ക് എത്ര പറഞ്ഞാലും മതി വരാത്തതുപോലാണ് എൻ്റെ അമ്മ മാതാവ് ഈശോയും എനിക്ക് തരുന്നത്. ഞാൻ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും
എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മ മാതാവ് എനിക്ക് അത്ഭുതകരമായി നടത്തി തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വസ്തു മേടിച്ചിട്ട് 10-13 വർഷമായിരുന്നു. എനിക്ക് വഴിയില്ലായിരുന്നു, നടന്നു പോകാനും ഒരു ചെറിയ ആക്റ്റീവ വരാൻ ഉള്ള വഴിയേ ഉള്ളായിരുന്നു. അതും ഞാനിവിടെ അച്ഛനോട് വന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു, എനിക്ക് കാശ് രൂപം തന്നു. അതുകൊണ്ട് അവിടെ വെഞ്ചരിച്ച കാശ് രൂപം കുഴിച്ചിടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് തടസ്സമായി കിടന്ന വഴി അത്ഭുതകരമായി ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കാറ് എൻ്റെ മുറ്റത്ത് വരും. അതുപോലൊരു വഴി എൻ്റെ അമ്മ മാതാവ് എന്നെ തന്ന് അനുഗ്രഹിച്ചു. അതിനും ഞാൻ അമ്മ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ദൈവമക്കളെ. പിന്നെ ദൈവമക്കളെ ഒരു കാര്യം, ഞാനിവിടെ എല്ലാ മാസവും ലാസ്റ്റത്തെ ശനിയാഴ്ച രാത്രിയിൽ അഖണ്ഡ ജപമാലയ്ക്ക് വരും. ആ സമയത്ത് ഞാനിങ്ങോട്ട് വന്ന വഴി വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ കൂടെ വന്നവർ ഇങ്ങ് പോന്നു. ഞാൻ അവരുടെ ഒപ്പം പിടിക്കാൻ വേണ്ടി വണ്ടി ഇച്ചിരി സ്പീഡിൽ വിട്ടു. ഞാനൊരു പാണ്ടി ലോറിയുടെ സൈഡിലായിരുന്നു. പാണ്ടി ലോറിയുടെ ലാസ്റ്റത്തെ ടയറ് എൻ്റെ കാലിലൂടെ കയറി ഇറങ്ങി. ആ സമയത്ത് എൻ്റെ വണ്ടിയിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ തൈലമുണ്ടായിരുന്നു. എൻ്റെ പുറകിൽ ബ്ലോക്കായ വണ്ടിക്കാരെല്ലാം ഓടി വന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം, ആംബുലൻസ് പിടിക്കാം. ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വണ്ടിയിൽ അമ്മ മാതാവിൻ്റെ തൈലമുണ്ട്, അത് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് തോത്തു. ഞാൻ ആ കാലും വെച്ചു വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് കൃപാസനത്തിൽ വന്നു. അഖണ്ഡ ജപമാല കൂടി വെളുപ്പിനെ 4 മണിക്കാണ് വീട്ടിൽ ചെന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നു ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു. അതും വലിയ അത്ഭുതമെന്ന് പറയട്ടെ, ഭയങ്കര അത്ഭുതമായിരുന്നു. ആ പാണ്ടി ലോറിയുടെ ടിപ്പർ കയറിയ എൻ്റെ കാലിൽ കുഞ്ഞാം വിരലിന് മാത്രം ഒരു ചെറിയ ചതവേ ഉള്ളായിരുന്നു. അവിടുന്നും എൻ്റെ മാതാവ് ഈശോയും എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ സഹായിച്ചു. കാരുണ്യ പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ പത്രം വാങ്ങിക്കും. ഞാൻ എല്ലാ മാസവും ആദ്യ ചൊവ്വാഴ്ച വന്ന് 2-3 കെട്ട് പത്രം വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകും. ആദ്യമൊക്കെ പത്രം ഞാൻ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്നോട് പലരും പറഞ്ഞ് എൻ്റെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു എൻ്റെ വെളുത്ത മുടി ഒന്ന് കറപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും കാണുന്നവരെല്ലാം നമ്മളെ കളിയാക്കുമായിരുന്നു. വലിയ എങ്കിലും അങ്ങനെ നമ്മളെ നിന്ദിച്ചെടുത്ത് പരിഹസിച്ചെടുത്തുമാണ് എൻ്റെ കർത്താവ് എൻ്റെ അമ്മ മാതാവും മാനിക്കത്തക്ക വിധം വിളിച്ച് എന്നെ ഇത്രത്തോളം ഉയർത്തിയ വൻകൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ആത്മീയവചനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും വന്ന് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ അടുത്തിരിക്കുന്നവരോട് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറയുകയും ഞാൻ അങ്ങനെ 5-6 പേരെയൊക്കെ വെച്ച് ഒരു നമ്പർ മേടിച്ച് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. കൃപാസന ഗ്രൂപ്പ് എന്ന് പറയുന്ന എൻ്റെ അഡ്മിനായി. എനിക്ക് ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ 70 പേരുണ്ട്. എനിക്ക് അങ്കമാലി, എറണാകുളം, ഇരിഞ്ഞാലിക്കുട, ഹരിപ്പാട്, അങ്ങനെ ആലുവ ഒത്തിരി ഇടത്തുള്ള സഹോദരിമാരുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ 450 പൊതിച്ചോറ് കൊടുക്കുവാൻ മാതാവ് ഈശോയും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ പോകും, അമ്മച്ചിമാർക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കും, അവർക്ക് ഫുഡ് കൊടുക്കും, അങ്ങനെയും ചെയ്യുന്നതുണ്ട്. അമ്മ മാതാവ് തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. എന്നെ ഒന്നുമില്ലാഴികയിൽ ഇത്രത്തോളം ഉയർത്തി അത്ഭുതകരമായി അതിശയമായി നടത്തുന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6. ഈ വചനം ദൈവം തനിക്ക് നൽകിയ കരുണയും നന്മയും പറ്റി ഓർത്ത് സന്തോഷിക്കുന്ന ദാവീദ് രാജാവിൻ്റെ വചനമാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ കേട്ടതും. ദുഃഖത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും
വിശ്വാസത്തിൽ നിന്ന് സ്തുതിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന ഒരു ഹൃദയമാറ്റത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് മഞ്ജു കോശി എന്ന മകൾ നമ്മോട് ഷെയർ ചെയ്തത്. ഈ മകളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയച്ചുരുക്കം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഈ മകളുടെ വിശ്വാസം മൂലമാണ്, ഈ മകളുടെ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി നിബന്ധനകൾ പാലിച്ചതു മൂലമാണ് ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത്ഭുതകരമായി ഉയർത്തിയത് 2 പ്രാവശ്യവും പല സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തു. അവസാനം ഉടമ്പടി എടുത്തതിന് ശേഷം തുടങ്ങിയ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബ്ലസ് ചെയ്യാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് താക്കോലുമായാണ് ഈ മകൾ വന്നത്. അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച ശേഷമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നത്. അന്നും ഇതുപോലെ തന്നെ 12-ാം തീയതി ഓപ്പണിംഗ് ഡേ, 11-ാം തീയതി ആയിട്ടും 110 കുട്ടികളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ടത്. തുടങ്ങേണ്ട ദിവസം രാവിലെ ആയിട്ടും എത്തിയിട്ടില്ല. 12-ാം തീയതി തുറക്കുന്ന സമയമായപ്പോഴാണ് 110-ന് പകരം 130 കുട്ടികളെ നൽകി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈശോ ബ്ലസ് ചെയ്തത്. ഓരോ പ്രാവശ്യം ഈ മകൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോഴും വിശ്വാസത്തോടെ അമ്മയോട് പറഞ്ഞിട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും അമ്മ അങ്ങ് ഏറ്റെടുത്ത് ഈശോയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ മകൾക്ക്. ജോസഫ് അച്ഛൻ്റെ 39 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈശോയുടെ അനുഗ്രഹവും ത്യാഗപൂർണവും പ്രാർത്ഥനാപൂർണവുമായ ജീവിതത്തിൽ നിന്നുള്ള ആ ഷെയറിൽ നിന്നാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ മകൾ മുന്നോട്ട് പോയി ഇപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം ഈശോയും പരിശുദ്ധമ്മയും ചേർന്ന് നിന്ന് ഈ മകളുടെ ജീവിതത്തിൽ കൊടുത്ത ഒരു അനുഗ്രഹമാണ്. പിന്നെയാണ് ലോൺ ജപ്തി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എല്ലാ പ്രതീക്ഷകളും മായഞ്ഞപ്പോഴാണ് വീണ്ടും പരിശുദ്ധമ്മയുടെ അരികിലേക്ക് വന്നത്. എപ്പോഴും എല്ലാ കഷ്ടതകളിലും ദുഃഖങ്ങളിലും ഓടി വന്ന് തുറന്നു കിടക്കുന്ന ഒരു കവാടമാണ് കൃപാസനത്തിൻ്റെ ഈ കവാടം. ഈ സന്നിധിയിൽ വന്ന് പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പറയുമ്പോൾ എല്ലാം അമ്മ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ആ ജപ്തി ലോണും എല്ലാം പരിശുദ്ധ അമ്മ അതും ക്ലോസ് ആക്കി കൊടുത്തു ഈ മകൾക്ക്. പിന്നെ വീടെന്നുള്ളൊരു സ്വപ്നമായിരുന്നു. വളരെ കാലമായി നമ്മൾ കേട്ടു എത്ര ബുദ്ധിമുട്ടിയാണ് അവർ ജീവിച്ചത്. പലരെ സഹായിച്ചാണ് ഒരു വീടുണ്ടാക്കിയത്. എന്നിട്ടും അവിടെയും അവർക്ക് കഴിയുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് വീട് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് അവർ നിയോഗത്തിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ആ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈശോയും അമ്മയും അവരെ അനുഗ്രഹിച്ച് ഒരു നല്ലൊരു വീട് നൽകിയത്. പിന്നെ വീട്ടിലേക്കുള്ള ഒരു വഴി, 13 വർഷത്തോളം വഴിയില്ലാതെ ഒരു വീടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 13 വർഷമായി ഉള്ളത് നിയോഗം വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സമയച്ചുരുക്കത്തിന് അമ്മ ഷോർട്ടാക്കി കൊടുത്ത് അവർക്ക് ആ വഴിയും നടത്തി കൊടുത്തു. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടാണിപ്പോൾ അവർക്ക് ഈശോയും അമ്മയും കൂടി ചേർന്ന് കൊടുത്തത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഓരോ കാര്യത്തിലും ഓരോ ആവശ്യങ്ങളിലും നമ്മൾ അമ്മയുടെ അടുക്കൽ വരുമ്പോൾ അമ്മയൊന്നും നിരസിക്കാറില്ല. വിശ്വസ്തയോടെ, ഭക്തിയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ഓരോന്നായി വർഷിക്കുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ ഇതാണ് നമ്മൾ കാണുന്നത്. ഓരോ കാര്യത്തിലും ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയപ്പോഴും 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ആ അനുഗ്രഹത്തിൽ ആ വിശ്വാസവും പ്രാർത്ഥനയും നമുക്കും അനുഗ്രഹം ലഭിക്കുന്നു. ഈ ആലയത്തിലെത്തുന്ന ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനും അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാനും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനും നമ്മെ എല്ലാവരെയും ഈശോയും പരിശുദ്ധ അമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം. പേര് കുസുമ അഗസ്റ്റിൻ. ഞാനിപ്പം ഇവിടെ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റമായ മഞ്ചേശ്വർ എന്നൊരു സ്ഥലത്തു നിന്നാണ്. നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ എന്ന് പറയാം. ആക്ച്വലി ഞാൻ ജന്മം കൊണ്ട് കോട്ടയം ഡിസ്ട്രിക്റ്റുകാരിയാണ്.
എനിക്കുണ്ടായ ഒരു അത്ഭുതകരമായ രോഗസൗഖ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വരുന്നത്. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ട്രിയോൺ ഗാഡ്, താങ്ക് യു മദർ മേരി. എനിക്ക് 2021 തുടങ്ങി പാമോ പ്ലാന്റാർ സൊറിയാസിസ് എന്ന ഒരു അസുഖം ബാധിച്ചു. അതായത് എൻ്റെ കാലിൻ്റെ വെള്ള മുഴുവൻ, 2 കാലിൻ്റെ വെള്ളയും നിങ്ങൾ നോക്കിയാൽ ഒരു ഉണങ്ങിയ മരത്തിൻ്റെ തൊലി നമ്മൾ കാണാറില്ലേ, അതുപോലെയായിരുന്നു അവസ്ഥ. ഇങ്ങനെ തൊലി പൊളിഞ്ഞു വരുമ്പം ഭയങ്കര ബ്ലീഡിങ്. അതുപോലെ തന്നെ എൻ്റെ കൈയുടെ വിരലുകൾക്കും അത് ബാധിച്ചു. ഞാൻ മാംഗ്ലൂരിന് വളരെ അടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഏറ്റവും ഫേമസ് ഹോസ്പിറ്റലുകൾ ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജ്, കസ്തൂർബ മെഡിക്കൽ കോളേജ് തുടങ്ങിയുള്ള ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. അവരൊക്കെ എന്നോട് പറഞ്ഞു, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, ഇതൊരിക്കലും മാറുകയില്ല, പൂർണ്ണമായി മാറുകയില്ല, നിങ്ങൾ ഒരു ഫോട്ടോ അത് പൂർണ്ണമായി മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മരുമകൾ സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമിക് പ്രൊഫസറാണ്. അവളുടെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള ഏറ്റവും വലിയ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ഞാൻ പോയി കണ്ടു. അദ്ദേഹവും ഇത് തന്നെ പറഞ്ഞു. ഞാൻ നടന്നുകൊണ്ടിരുന്നത്, ഞാനൊരു സിലിക്കോൺ സോക്സ് മോയ്സ്ചറൈസ് ചെയ്യും കാല്, പിന്നെ സിലിക്കോൺ സോക്സ്, എൻ്റെ പുറത്ത് കോട്ടൺ സോക്സ്, പിന്നെ ഷൂ ഇട്ടുകൊണ്ടാണ് വീട്ടിൽ കൂടെ പോലും നടന്നുകൊണ്ടിരുന്നത്. ഞാൻ മുട്ടേ കുത്തി വരെ നടന്നിട്ടുണ്ട്, അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ കുറേ ഫോട്ടോതെറാപ്പി ചെയ്തതിൻ്റെയാണ്. അപ്പം പലരും എന്നോട് പറഞ്ഞു, അൾട്രാ വയലറ്റ് റേഡിയേഷൻ നമുക്ക് ക്യാൻസറസ് ഒക്കെ ആകുന്നതാണ്. അപ്പം എൻ്റെ മക്കൾ പറഞ്ഞു, എന്നെങ്കിലും ഒരു സൗഖ്യം വേണ്ടേ. അങ്ങനെ ഞാൻ കുറേ നാൾ ബാംഗ്ലൂർ ചെയ്തു. പിന്നെ തിരിച്ചു വന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ മഞ്ചേശ്വരത്തുനിന്ന് മാംഗ്ലൂർ പോയി ചെയ്തു. എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പം ഒരു ചെറിയ കുറവ് ഉണ്ടാകും, അല്ലാതെ എനിക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. എൻ്റെ ഈ ഭീകരാവസ്ഥ, എൻ്റെ ഒരു കസിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതിന് വരാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാവരും എൻ്റെ കാലിൻ്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തത് നിറയെ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ഇത് എല്ലാവരും തലയെ കൈവെക്കുകയും ചെയ്ത ഒരു കേസായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ, കോട്ടയത്തുള്ള എൻ്റെ ഒരു അനിയത്തി എന്ന് പറയാം, ജോളി ജോസഫ്, അവൾ എനിക്ക് നിരന്തരം അച്ഛൻ്റെ ധ്യാനപ്രസംഗങ്ങളും വചനസാക്ഷ്യങ്ങൾ, അതവൾ ഡോക്ടർമാർ ചെയ്തിരിക്കുന്ന വചനസാക്ഷ്യം, കോളേജ് പ്രൊഫസർമാർ ചെയ്തിരിക്കുന്ന വചനസാക്ഷ്യമൊക്കെ എനിക്ക് അയക്കാൻ തുടങ്ങി. എനിക്ക് ആദ്യം ഈ വളരെ ക്ഷമാപണത്തോടുകൂടെ പറയട്ടെ, ഈ കൃപാസനമെന്ന് പറഞ്ഞാൽ ഇത് ഒരു കൾട്ട് ക്രിയേഷൻ ആണ്. ഇത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ദൈവവചനത്തിൽ നിന്ന് മാറ്റുന്നതാണെന്നൊക്കെയുള്ള ചിന്തകളുള്ള ഒരാളായിരുന്നു ഞാൻ. ഉറച്ച ദൈവവിശ്വാസിയാണ്. ഒരു കാരിസ്മാറ്റിക് രീതിയിൽ വചനത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലുള്ള ആളായിരുന്നു. പക്ഷേ ജോളി ഇങ്ങനെ അയച്ചു തന്ന് ഞാനത് വായിക്കാൻ തുടങ്ങി, അച്ഛൻ്റെ വചനപ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി. അല്ലാതെ ഞാനന്നിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോഴാണ് എനിക്ക് ഇത് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതചര്യയാണല്ലോ ഈ ഉടമ്പടി എന്ന് ബോധ്യമായത്. ആദ്യം മുതലേ പ്രവാചകന്മാർ നമ്മൾ അബ്രാഹാം തൊട്ടുള്ള ഉടമ്പടിയെപ്പറ്റി കേൾക്കുന്നുണ്ട്. പക്ഷേ ആ ഉടമ്പടിയുടെ എല്ലാം കൾമിനേഷൻ യേശു ക്രിസ്തുവാണ്. അതിലേക്കുള്ള മുൻനിഴലുകളായിരുന്നു അതൊക്കെ. അങ്ങനെ ഞാൻ ബോധ്യമായി ഞാൻ ജോളിയുടെ വീട്ടിൽ വന്ന് അവൾ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തത് 25 ഒക്ടോബർ 2023 എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. എനിക്ക് ഈ ഉടമ്പടി ഓയിൽ എൻ്റെ കാലിലും കയ്യിലും പുരട്ടാൻ, കാരണം എൻ്റെ കാലിനും കൈക്കും അതുപോലെ എൻ്റെ കാൽപാദമൊക്കെ കറുത്താണിരുന്നത്. നിങ്ങൾക്ക് വീട്ടമ്മമാർക്കറിയാം, നമ്മൾ അടുപ്പിൽ വെക്കുന്ന ചീനച്ചട്ടി എന്ന് പറയുന്ന സാധനം എങ്ങനെ കറുത്തിരിക്കുമോ അതുപോലെയാണ്. അത് മുഴുവൻ പുരട്ടിയാൽ എണ്ണ ഒരു 2 ദിവസത്തേക്ക് പോലും കാണത്തില്ല. അപ്പം ഞാൻ ഓരോ തുള്ളിയൊക്കെ വേറെ എണ്ണയായിട്ട് മിക്സ് ചെയ്തൊക്കെ പുരട്ടുമൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത്
1 മാസത്തിനകം സത്യം പറയട്ടെ ഞാൻ തന്നെ അറിഞ്ഞില്ല എൻ്റെ കാലിൻ്റെ തൊലി സ്കിന്നെല്ലാം എൻ്റെ സോള് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ, ജസ്റ്റ് ലൈക്ക് എനി അതർ പീപ്പിൾസ് സോൾ അങ്ങനെയായിട്ടുണ്ട്. അങ്ങനെ അങ്ങ് മാറുകയായിരുന്നു. ഇപ്പം ഞാൻ ഒരു മെഡിക്കേഷനും ചെയ്യുന്നില്ല, ഒരു ഡോക്ടറെയും കാണുന്നില്ല. അങ്ങനെ അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം അമ്മ എനിക്ക് നൽകി. ആത്മീയ ജീവിതം പറഞ്ഞാൽ ഞാൻ ഒന്നും കുർബാനയ്ക്ക് പോകുന്നൊന്നും ആളല്ലായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവുമൊക്കെ ബൈബിൾ വചനം മതി, ബൈബിൾ ഇരുന്ന് വായിക്കും. ഞങ്ങൾ ധാരാളം ബൈബിൾ റിയലി വളരെ സ്ട്രിക്റ്റ് വിശ്വാസമുള്ളവർ തന്നെയാണ്. അപ്പം പള്ളിയിൽ പോകണമെങ്കിൽ കുറച്ച് നടക്കണം, ഡ്രൈവറൊന്നും അന്നേരം വരികയില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് മടിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ദിവസം തോറും കുർബാനയ്ക്ക് നടന്ന് തന്നെ പോകുന്നു. പിന്നെ ഞാൻ റോസറീസ് കൊന്ത അങ്ങനെ ചെല്ലാറില്ലായിരുന്നു. ഇപ്പം ഞാൻ 4-5 കൊന്തയൊക്കെ ചെല്ലാറുണ്ട് ദിവസവും. പിന്നെ കൂടുതൽ സമയവും ഞാൻ ബൈബിൾ പഠനവും അച്ഛൻ്റെ വചന പ്രഘോഷണങ്ങളും ധ്യാനവും പിന്നെ ഉടമ്പടി സാക്ഷ്യങ്ങളും ഒക്കെ ആണ് ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഈ ഉടമ്പടിയെ പറ്റിയുള്ള ശരിയായ ബോധ്യം, ഇത് ഒരു ക്രിസ്തീയ ജീവിതചര്യ ഇത് ആണ് ഉടമ്പടിയെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ എൻ്റെ അവസാനത്തോളം ഈ ഉടമ്പടിയിൽ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ് ഹ്യൂമൻ ലൈഫ് എന്നുള്ളത്. അത് തിരിച്ചറിയുവാനും എല്ലാം എനിക്ക് ഈ ഉടമ്പടി ധ്യാനങ്ങളിൽ കൂടിയാണ് സാധിച്ചത്. ഞാൻ നേരത്തെ എനിക്ക് കുറേയൊക്കെ അറിയാമെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അപ്പം എൻ്റെ അറിവ് വളരെ വികലമായിരുന്നു എന്നും എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ഞാൻ പരസ്നേഹപ്രവർത്തികളായിട്ട് എൻ്റെ കയ്യിൽ എണ്ണയുണ്ടല്ലോ. അപ്പം ഞാൻ റിട്ടയർഡാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോളേജിൽ ഒരു ടൈപ്പിസ്റ്റ്, ആ കുട്ടിക്ക് ഭയങ്കര പെടലി വേദന, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ വീട്ടിൽ പോയി ഈ ഉടമ്പടി തൈലം തേച്ച് അവൾ കാത്തലിക്കാണ്, ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവൾ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാം ഇന്നലെ ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി, എൻ്റെ മകൻ 2-3 പ്രാവശ്യം എന്നെ വിളിച്ചപ്പം മാത്രമാണ് ഞാൻ എണീറ്റത്, ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഇപ്പുറത്ത് ഞങ്ങളുടെ ഒരു ക്ലാർക്കിൻ്റെ വൈഫ് താമസിക്കുന്നുണ്ട്. അവർ ഹിന്ദുക്കളാണ്, അവർ അക്രൈസ്തവരാണ്, അവർ തിരുവനന്തപുരംകാരാണ്. അപ്പം ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഞാനൊരു പ്രാർത്ഥന പറഞ്ഞൊരു എണ്ണ തേച്ച് പ്രാർത്ഥിക്കുക, അവൾക്ക് എപ്പോഴും ദുസ്വപ്നങ്ങളുണ്ടാകുന്നു, അവൾക്കും അവളുടെ ഒരു കുഞ്ഞു മകനും അതായിരുന്നു. അത് ഞാൻ നെറ്റി കുരിശ് വരെ, അപ്പോൾ അവർക്ക് കൃപാസനത്തെ പറ്റിയൊക്കെ അറിയാവുന്നവർ തന്നെയാണ്, ട്രിവാൻഡ്രംകാരാണല്ലോ. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു സുഖമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നെന്ന്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഞങ്ങളുടെ ഡ്രൈവറിന് കഴിഞ്ഞ ദിവസം ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു. അയാൾ ഭയങ്കര ഭീരുവായൊരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അദ്ദേഹം ഒരു കൊങ്കണി കാത്തലിക്കാണ്, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മിക്കവാറും ഡോൾഫി റിക്കവർ ചെയ്ത് വരുമോ എന്ന് എനിക്ക് സംശയമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എനിക്ക് ഒരു പേടിയായി. ഞാൻ ഓപ്പറേഷൻ്റെ തലേദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും അദ്ദേഹം തന്നെ സ്വന്തം നെഞ്ചിലും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഓപ്പൺ ഹാർട്ട് സർജറിക്ക് എല്ലാ ധൈര്യവും കൊടുത്ത് അപ്പം പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം ഇപ്പം തോന്നുന്നു, ഇപ്പം സർജറി കഴിഞ്ഞിട്ട് 4-5 ദിവസമായി, പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അങ്ങനെ അനുഭവങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുവാൻ കൂടുതൽ സമയം. ഇപ്പം ചിലർ എന്നോട് ചോദിക്കും, ഇങ്ങനെ റിട്ടയർഡ് ലൈഫായിട്ട് ഞാൻ മഞ്ചേശ്വരത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ് താമസിക്കുന്ന, മോൻ്റെ അടുത്ത് ബാംഗ്ലൂർ ചിലപ്പോഴൊക്കെ പോകാറുള്ളൂ, നിങ്ങൾക്ക് ബോറാകുന്നില്ല? എനിക്ക് ജീവിതത്തിൽ ഒരു ബോർഡോ ഇല്ലിപ്പോൾ. ഞാൻ എപ്പോഴും ഇപ്പം എനിക്ക് വചനം വായിക്കുക, ബൈബിള് പഠിക്കുക, ഇങ്ങനെയുള്ള ധ്യാനപ്രസംഗങ്ങൾ കേൾക്കുക, അതിനെനിക്ക് സമയം പോരാ എന്നുള്ള തോന്നൽ മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ബോറിങ് എന്നുള്ള ഒരു നേച്ചറേ തോന്നുന്നില്ല. നിങ്ങൾ ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ മക്കൾ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, ബാംഗ്ലൂർ വന്നവരുടെ കൂടെ വന്ന് താമസിക്കരുതോ എന്നൊക്കെ. എനിക്ക് പിന്നെ
ഞാൻ വളരെ ഒരു സെൻസിറ്റീവ് ടൈപ്പ് ആളാണ്. ഇപ്പോൾ എനിക്ക് ഈ വചനം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എന്തോ ഒരു ധൈര്യം, പെട്ടെന്നൊന്നും ഞാൻ വല്ല വിമർശനങ്ങളും ഒക്കെ കേട്ടാൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഭയങ്ങളോ അങ്ങനെയുള്ള സങ്കോചങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ പേപ്പർ കുറേ 11 കെട്ട് പേപ്പർ പല പ്രാവശ്യമായിട്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഉടമ്പടി എടുത്തു. ഇതെൻ്റെ 3ാമത്തെ ഉടമ്പടിയാണ്. പിന്നെ 2 പ്രാവശ്യം ഞാൻ എൻ്റെ കസിനുമായിട്ട് ഇവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം എല്ലാം പേപ്പർ വാങ്ങിക്കൊണ്ട് പോകും. ഞാൻ കന്നഡയും ഇംഗ്ലീഷും മലയാളം ഒരു കെട്ട് മാത്രമേ എടുത്തുള്ളൂ. കാരണം ഞങ്ങൾ ഈ ബോർഡർ ഏരിയ ആയതുകൊണ്ട് കൂടുതൽ കന്നഡയും ഇംഗ്ലീഷും, ബാംഗ്ലൂരാണ് ഇംഗ്ലീഷ് വേണം. ഞാൻ അവിടെയൊക്കെ പോയി ധാരാളം ആൾക്കാർക്ക് അത് കാത്തലിക് ക്രിസ്ത്യൻസും ക്രിസ്ത്യൻസ് അല്ലാത്തവർക്കും പിന്നെ എൻ്റെ തന്നെ സാക്ഷ്യം സൈറ്റ് ചെയ്തുകൊണ്ട് അവരോടൊക്കെ പറയാനും മദർ മേരിയുടെ അപ്പാരിഷനെ പറ്റി ഹിന്ദുക്കളോട് പോലും സംസാരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ചിലരൊക്കെ നമ്മുടെ കാത്തലിക്സ് ആയിരിക്കുന്നവർ തന്നെ ഞാൻ മാംഗ്ലൂർ മിലാഗ്രീസ് ചർച്ചിലും ഒക്കെ ചെല്ലുമ്പം വി ആർ പ്രാക്ടീസിങ് കാത്തലിക്സ്, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ മുഖത്തടിച്ച് എന്നോട് സംസാരിച്ച് ഉണ്ട്. എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ അതൊരു വലിയ ഹേർട്ട് ഫീലിംഗ് ആകുമായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ഒരു പിണക്കവും തോന്നുന്നില്ല. അങ്ങനെ പല ഹിന്ദുക്കൾക്കും പലർക്കും പല അക്രൈസ്തവർക്കും ഹിന്ദുക്കളെ ഞങ്ങൾ ക്രിസ്ത്യൻസിനേക്കാളും യു ആർ മോർ പയസ് ഐ എം ഷുവർ, അങ്ങനെയുള്ള ധാരാളം ആൾക്കാർക്ക്. പിന്നെ ഞാൻ വചന സാക്ഷ്യം പലർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഒരു കൊളീഗ്, ഒരു മലയാളം സാറ്, അദ്ദേഹവും അക്രൈസ്തവനാണ്. ടീച്ചറെ ഇതൊക്കെ സത്യമാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഇൻസിഡൻറ്റ് പറഞ്ഞു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ പത്രം അറിയാവുന്നവരും കിട്ടിയവരുമായി ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെയുണ്ട്. ഞാൻ മാംഗ്ലൂരൊക്കെ കൊടുക്കുമ്പം നേഴ്സിങ്ങിന് പഠിക്കുന്ന നമ്മുടെ മലയാളി കുട്ടികൾ, മലയാളിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഇംഗ്ലീഷ് പേപ്പറൊക്കെ കൊടുക്കാൻ ചെല്ലുമ്പോൾ അപ്പം അവർ പറയും വി ആർ ഫ്രം തിരുവല്ല, കേരള എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് അറിയാവോ? അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല, നിങ്ങളതൊന്ന് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചാൽ മതി എന്ന് പറയും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു LLB പഠിക്കുന്ന ഒരു ഹിന്ദു കുട്ടി അക്രൈസ്തവ കുട്ടി കാസർഗോഡ് ഒന്ന് വല്ല കണ്ടു. അപ്പം ഞാൻ മോളെ നിൻ്റെ ഒരു പീക്ക് ടൈമല്ലേ ഇത്, ഇനി നിൻ്റെ ഫ്യൂച്ചറിൻ്റെയൊക്കെ ടൈമല്ലേ, ഞാനൊരു പേപ്പർ തരട്ടെ. അപ്പോൾ അവൾ ആ ബസ്സിലിരുന്ന് തന്നെ അതൊന്ന് നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും ഫേക്കല്ല, ഇതൊക്കെ യഥാർത്ഥമാണ്. അത് പിന്നെ ഞാൻ ബോധ്യമല്ലേ, ആൾക്കാർ ഇങ്ങനെ സാക്ഷ്യം പറയണമെങ്കിൽ സത്യമായിട്ടല്ലേ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ പിന്നെ എനിക്ക് ഒത്തിരി ചെറുതും പിന്നെ വേറൊരു അത്യാവശ്യം പറയാനുള്ളത്, എനിക്ക് ഒസ്റ്റിയോപൊറോസിസ് സിവിയർ, ഞാൻ 68-69 വയസ്സായ ആളാണ്. എനിക്ക് സിവിയർ ഒസ്റ്റിയോപൊറോസിസ്, അതായത് എല്ലിന് തേയ്മാനം എന്ന് പറയല്ലേ, എൻ്റെ ബാക്ക് ബോൺ സ്കാനിങ്ങിൽ ഒക്കെ ഭയങ്കര ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സ്പൈൻ സർജനെ കണ്ട്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ വചനധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ലെഫ്റ്റ് ലോവർ പാർട്ടിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാൾ, ഇടത്ത് കാലെടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ, കുറച്ച് നേരം കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നേരെ നിൽക്കാൻ വയ്യ, കുറച്ച് പോസ് ചെയ്ത് കഴിഞ്ഞാണ് സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ നാട്ടിൽ വന്നതൊക്കെ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ്. പക്ഷേ ആ ധ്യാനത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് എനിക്കിതുവരെ ഞാൻ ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല, എനിക്ക് പെയിൻ തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് പോയി റെസ്റ്റ് ചെയ്യും, കാരണം എനിക്ക് സ്പൈൻ അതുപോലെ പ്രോബ്ലം ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. പിന്നെ എല്ലാവരോടും പോസിറ്റീവായി സംസാരിക്കുവാനും എല്ലാവരുടെയും അടുത്ത് നല്ല കാര്യം പറയുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഇപ്പം ഞാൻ എൻ്റെ കാറ് സഞ്ചരിക്കുമ്പം പോലും ആണെങ്കിലും വഴിയിൽ കൂടെ ഒരു പാവപ്പെട്ടവൻ നടന്നു പോയാൽ ആ മുഖമായിരിക്കും എൻ്റെ മനസ്സിൽ. അവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളെ നേഴ്സിംഗ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരെയൊക്കെ സഹായിക്കുന്നുണ്ട്. ഡ്രൈവിങ്, ഇങ്ങനെയുള്ള ഒരു കോളനിയിലെ ഉള്ള ഡ്രൈവിങ് കമ്പ്യൂട്ടർ കോഴ്സസിനൊക്കെ വിടാറുണ്ട്, അതിനുള്ള സഹായം ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ തന്നെ
വെരി ഡിസ്റ്റൻറ്റ് പോലും റിലേറ്റീവ്സ് ഹോസ്പിറ്റലിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ധാരാളം പേരാണല്ലോ ഉള്ളത്. അവർക്കൊക്കെ ഞങ്ങൾ അതാത് സമയത്ത് ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള അയൽവക്കത്തുള്ള വളരെ വിഷമിക്കുന്നവർക്ക് ഞങ്ങൾ 2 മാസം കൂടുമ്പോഴൊക്കെ പണം അയച്ചു കൊടുത്തും ഒക്കെ സഹായിക്കാറുണ്ട്. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നാറില്ല. അപ്പം ഞാൻ ഈ ബാംഗ്ലൂർ പത്രവിതരണം ചെയ്യുമ്പോൾ എൻ്റെ മകനൊരു അഡ്വക്കേറ്റാണ്, ഹൈക്കോർട്ട് അഡ്വക്കേറ്റാണ്. അവൻ പറയും അമ്മ ഇതൊരു ആൻറ്റി കൺവേർഷൻ ബില്ലുള്ള നാടാണ്, അമ്മ പിടിച്ച് അകത്താക്കും. അപ്പം ഞാൻ അവനോട് പറയും അങ്ങനെ അകത്താകുന്നെങ്കിൽ ഞാൻ അകത്തായിക്കോട്ടെ എന്നുള്ള ധൈര്യത്തോട് പറയും. ഞാൻ ആരെയും കൺവേർട്ട് ചെയ്യുന്നില്ല, കൺവേർഷൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഐ വാണ്ട് ഓൺലി എ ട്രാൻസ്ഫർമേഷൻ, എ ചേഞ്ച് ഇൻ ഹ്യൂമൻ മൈൻഡ്സ് എന്ന് അവനോട് പോലും തർക്കിക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടാണ് പേപ്പർ വിതരണം ചെയ്യുന്നത്, അതിനൊന്നും ആരെയും ഉൾപ്പെടുത്താറില്ല. അങ്ങനെ എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ഒത്തിരി അപവാദങ്ങളൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മൾ എന്താണ് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുക. അമ്മ അതല്ലേ പറഞ്ഞുള്ളൂ, അവൻ പറയുന്നത് എന്താണ് അത് വചനമാണ്, നമ്മൾ വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്, അതിനകത്തെ കാര്യങ്ങളാണ്. അങ്ങനെ അത് പറയാൻ ഒക്കെ അങ്ങനെ കൺവിൻസ് ചെയ്യാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഈശോ നമുക്ക് തന്ന അവസാനത്തെ സമ്മാനമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത ആളാണ് അമ്മ. ആ അമ്മയുടെ ചാരത്തണയുവാൻ നമുക്കെല്ലാവർക്കും അവകാശമുണ്ട്. നമ്മൾ അമ്മയുടെ മധ്യസ്ഥം തേടുന്നതേ ഉള്ളൂ. ചെയ്യുന്നത് പിതാവായ ദൈവം പുത്രനിലൂടെയും അമ്മ വഴി അമ്മയുടെ മധ്യസ്ഥം ചെയ്യുന്നെന്ന് മാത്രം. Thank you, Jesus. Thank you, Mama Mary. Thank you, God the Father, Holy Spirit. Thank you. അത് പറയാൻ ഒക്കെ അങ്ങനെ കൺവിൻസ് ചെയ്യാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഈശോ നമുക്ക് തന്ന അവസാനത്തെ സമ്മാനമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത ആളാണ് അമ്മ. ആ അമ്മയുടെ ചാരത്തണയുവാൻ നമുക്കെല്ലാവർക്കും അവകാശമുണ്ട്. നമ്മൾ അമ്മയുടെ മധ്യസ്ഥം തേടുന്നതേ ഉള്ളൂ. ചെയ്യുന്നത് പിതാവായ ദൈവം പുത്രനിലൂടെയും അമ്മ വഴി അമ്മയുടെ മധ്യസ്ഥം ചെയ്യുന്നെന്ന് മാത്രം. താങ്ക് യു ജീസസ്. താങ്ക് യു മമ്മ മേരി. താങ്ക് യു ഗോഡ് ദ ഫാദർ, ഹോളി സ്പിരിറ്റ്. താങ്ക് യു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞത് ഇതാണ്: ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. കുസുമം എന്ന റിട്ടയേർഡ് ഗവൺമെൻറ് കോളേജ് പ്രൊഫസർ തൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. മിസ് കുസുമത്തിനുണ്ടായത് പ്ലാന്റർ സോറിയാസിസ് എന്ന ഒരു വലിയ അസുഖമായിരുന്നു. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുള്ള ഒരു അസുഖം. ആർക്കും തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 3 വർഷക്കാലം ഈ സഹോദരി വളരെയധികം ചികിത്സിക്കുകയും അതിൽ പരാജയപ്പെട്ട ഇനി അതിനോട് പൊരുത്തപ്പെടാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് വളരെയധികം കൃപാസനത്തെക്കുറിച്ച് നെഗറ്റീവ് കേട്ടിരുന്ന ഒരു സമയത്ത് പോലും തൻ്റെ വേദന, തൻ്റെ അസ്വസ്ഥപ്പെടുത്തിയതുകൊണ്ട് മാത്രം ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഞാനൊരു വലിയ വിശ്വാസിയാണ്, കത്തോലിക്കയാണെന്ന് അഭിമാനിക്കുന്ന ആ സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയെടുത്ത് 1 മാസത്തിന് ഉള്ളിൽ തന്നെ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചുവെന്ന് ഇവിടെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, നമ്മൾ എത്ര തന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ബോധ്യം എന്നത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ഈശോ നമ്മോട് പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ
ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കും. ഈശോ നമ്മോട് പറയുന്നു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഈ ദേവാലയം വിട്ടുപോയാൽ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാമീപ്യം നാം എപ്പോഴാണ് വിട്ടുപോകുന്നത്, അപ്പോഴാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എന്ന് ഈ സഹോദരിക്ക് എന്ന് ബോധ്യപ്പെട്ടുവോ അന്നു മുതൽ ഒരു വലിയ യേശു സാക്ഷിയായി മാറുകയാണ്. ഇന്ന് കൃപാസനത്തെക്കുറിച്ച് ഈ സഹോദരി പറഞ്ഞ് എത്തിക്കാത്ത, അല്ലെങ്കിൽ ഈശോയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാത്ത നിമിഷങ്ങളോ സാഹചര്യങ്ങളോ വ്യക്തികളോ ഇല്ല. ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് തൻ്റെ ഒരു വലിയ സാക്ഷ്യത്തെ ഇന്ന് ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൈമാറുവാനുള്ള ഒരു വലിയ സാഹചര്യമാക്കി മാറ്റുകയാണ്. പല സാങ്കേതിക കാരണങ്ങൾ എല്ലാം തന്നെ ഉണ്ടായാലും വിശുദ്ധ കുർബാനയിൽ പോകാതിരുന്നാൽ അത്രയും നല്ലത്. എന്നാൽ ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുകയും വേണം. അങ്ങനെ ഒരു പൊടിയിട്ട് ജീവിതം ഇപ്പോൾ ഒരു ബോധ്യത്തിൻ്റെയും ഒരു സാക്ഷ്യത്തിൻ്റെയും ജീവിതമായി മാറി. ഈ സഹോദരി സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് ഞാൻ ചോദിക്കുകയുണ്ടായി, ഒരുവിധം എല്ലാ കാരുണ്യ പ്രവൃത്തികളും ഈശോ നമ്മോട് ചോദിച്ചിട്ടുള്ളതെല്ലാം തന്നെ ഈ സഹോദരി ചെയ്യുന്നുണ്ട്. ഒന്ന് മാത്രം ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ജയിലിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമാണ് ഈ സഹോദരി പറഞ്ഞ കാരുണ്യ പ്രവൃത്തികളുടെ ഒരു കുറവ്. ഈശോയുടെ അനുഗ്രഹത്താൽ, പ്രത്യേക അഭിഷേകത്താൽ ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനുള്ള വലിയ വലിയ സാഹചര്യങ്ങൾക്കായി ഇന്ന് ഈ റിട്ടയർമെൻറ്റ് ലൈഫ് ഈ സഹോദരി ഉപയോഗിക്കുകയാണ്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഈശോയുടെ രക്തത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരം നൽകുവാനായി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സഹോദരിയുടെ കുസുമത്തിൻ്റെ ഏറ്റവും നല്ല ഈ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കാം. കാത്തു നിൽക്കുവിൻ, കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. 2 ദിനവൃത്താന്തം 20:17. ആദ്യമേ തന്നെ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ, ഈ പുണ്യ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ കൃപ തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് മരിയ ബെറ്റ്സി. ഞാൻ അരൂർ സെയിൻറ്റ് അഗസ്റ്റീൻസ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂൺ 9, 2019 എൻ്റെ അമ്മ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2018. അപ്പം ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു എങ്കിലും എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എറണാകുളത്ത് തന്നെ എല്ലാ ഫേമസ് കോളേജസിലും പോയെങ്കിലും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് ഡിപ്രസ്ഡായി. അപ്പോൾ അമ്മ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് അമ്മയോടൊപ്പം പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കുടുംബം ഒന്നിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്കാമെന്ന് നേരുക, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു. ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ 7 പ്രാവശ്യം 7 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എറണാകുളത്ത് തന്നെ ഫസ്റ്റ് ഗവൺമെൻറ് ഓട്ടോണോമസ് കോളേജായ മഹാരാജാസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷേ ആദ്യം അവിടെ കിട്ടിയെങ്കിലും എനിക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എൻ്റെ ഒരു അക്കാഡമിക്സിൽ ഏറ്റവും നല്ലൊരു കോളേജായിട്ട് അത് മാറി. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സ്ട്രീമിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് നൽകിയാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. അതിനുശേഷം പിന്നീട് എനിക്ക് എൻ്റെ കരിയറിലും കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ചയുണ്ടായി. ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് പഠനങ്ങളുടെയും അതുപോലെ തന്നെ ജോലിയുടെയൊക്കെ സമയമായപ്പോഴത്തേക്ക് മാനുഷികമായ തിരക്കുകൾ കൊണ്ട് എൻ്റെ ഉടമ്പടിയിൽ ചെറിയൊരു ഉഴപ്പ് സംഭവിച്ചു. അപ്പോൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും, എന്നാലും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളൊക്കെ എനിക്ക് തീക്ഷ്ണതയോടെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ ജോലി ചെയ്തു. ഞാനൊരു അധ്യാപികയാണ്. എനിക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു സ്കൂളിലാണ് മാതാവ് എനിക്ക് ആദ്യമേ തന്നെ ജോലി നൽകി അനുഗ്രഹിച്ചത്. ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു. അപ്പോൾ അത് എന്നെ വളരെയധികം ഉയർത്തി. മാതാവിന് അതിന് നന്ദി പറയുന്നു. ഞാൻ 4 വർഷമായി ഇവിടെ പഠിപ്പിക്കുന്നു. ഇതെൻ്റെ 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്ത് പോയി ടീച്ചിങ് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അത് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചോ എന്ന് ഓർക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ അതങ്ങനെ പോയി. പിന്നീട് പല സ്ഥലത്തും അപ്ലൈ ചെയ്യുമായിരുന്നു, പക്ഷേ ഒന്നും അങ്ങനെ വന്നില്ല. പക്ഷേ എൻ്റെ ജോലി ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ വർഷം ഞാൻ അപ്ലൈ ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ അത് മാൽഡീവ്സിൽ നിന്നായിട്ടായിരുന്നു. അവിടെ നിന്ന് ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, സെലക്റ്റഡ് ആയി എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലി ഒക്കെ ഒരു നോട്ടീസ് പീരീഡ് പോലും ഇല്ലാതെ ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ഒക്ടോബർ 10 ജോയിൻ ചെയ്യണമെന്നുള്ള രീതിക്കായിരുന്നു എനിക്ക് വന്നിരുന്നത്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോൾ പൂജ ഹോളിഡേയ്സിൻ്റെ ഒരു സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഒക്ടോബർ 10 മുന്നേ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്ത ഏജൻസിയുമായിട്ടൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വിസയോ ടിക്കറ്റോ ഒന്നും വന്നില്ല. എൻ്റെ ഓഫർ ലെറ്ററിൽ വന്ന ഡേറ്റ് കഴിയാറായി. അപ്പോൾ അത് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കാരണം എൻ്റെയർ ഗവൺമെൻറ് പോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവിടത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന മെറിറ്റായിട്ടുള്ള എൻ്റെ ജോലി പോയി. അപ്പോൾ ജോലി പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടെൻഷനായി. കാരണം ജോലി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കുറച്ചായിരുന്നു. ജോലിയുടെ തിരക്കുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പ്രാർത്ഥിക്കണം, കൊന്ത ചൊല്ലണം, അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കണമെന്ന് പറയുമെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിലൊക്കെ കുറച്ച് ഉഴപ്പ് സംഭവിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ മെറിറ്റായിട്ടുള്ള ജോലി പോയപ്പോൾ ഞാൻ പിന്നീട് നന്നായിട്ട് അനുദപിച്ചു. കാരണം എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒരു ഒക്ടോബർ മാസം കൊന്തമാസം ആയിരുന്നതുകൊണ്ട് ഒരുപാട് കൊന്ത ചൊല്ലാൻ തുടങ്ങി, ജപമാലയിലൂടെ വളരാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, പിന്നീട് കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ കുർബാനയ്ക്ക് ഞാനും അമ്മയും എല്ലാ ദിവസവും പോകുമെങ്കിലും ചില തിരക്കുകളൊക്കെ വരുമ്പോൾ, സ്കൂളിൽ നിന്നുള്ള തിരക്കുകളൊക്കെ വരുമ്പോൾ എനിക്ക് പലപ്പോഴും പോകാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ 2 കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നീട് അമ്മ എന്നോട് പറഞ്ഞു, വന്ന് ഉടമ്പടി പുതുക്കണം, പ്രാർത്ഥിക്കണം, വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒക്ടോബർ 16 വന്ന് ഉടമ്പടി പുതുക്കി, പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. അപ്പോൾ എല്ലാ നിയോഗങ്ങളും എഴുതി മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഞാൻ കൂടുതൽ നിയോഗമൊന്നും എഴുതിയില്ല. മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്നെ ഉയർത്തണമേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് എന്നിൽ നിറവേറട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ നിയോഗങ്ങൾ വെച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കത് കിട്ടണേ, എനിക്ക് ഓഫർ ലെറ്റർ വന്നു, ഇനി വിസ വരണേ, കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു നീക്കുപോക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിസ തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ടും, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടും, ഭവനമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരുപാട് സമയം ഞാൻ എടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ജപമാലകൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാൻ തുടങ്ങി. 4 ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി. കാരണം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ജോലി 3 പേർക്കും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അനിയനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോകും, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിൽ നിന്ന് ഒക്ടോബർ മാസം ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ മാതാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു ആശ്വാസത്തിൽ മാതാവിൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവിനെ ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നാണ് മുട്ടുകുത്തി കൈ പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറുണ്ട്, പാർവതി എന്നാണ് ആളുടെ പേര്. ആൾ എനിക്കൊരു അഡ്വർടൈസ്മെൻറ്റ് അയച്ചു തന്നു. അപ്പോൾ അത് ഇതുപോലെ ഒരു ഏജൻസിയിലോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോകാനുള്ളതിൻ്റെയാണ്. അപ്പോൾ ഞാൻ നോർമലി എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വൈകുകയാണെന്നേ ഉള്ളൂ എന്നുള്ള രീതിക്ക് നിന്നു. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് അപ്ലൈ ചെയ്തു. 2 ദിവസത്തിനകം തന്നെ അതിൽ നിന്ന് എനിക്ക് കോൾ വന്നു, സെലക്ട് ആയിട്ടുണ്ട്, റെസ്യൂം ഓക്കെയാണ്, ഇൻ്റർവ്യൂസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ ഒരു 4 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസാണ് ഉണ്ടായിരുന്നത്. പ്രിൻസിപ്പൽ മീറ്റ് ഉണ്ടായിരുന്നു, HR, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു, ഡെമോ ക്ലാസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ പതിയെ ഇങ്ങനെ മൂവ് ആവാൻ തുടങ്ങി. വിത്തിൻ 1 മന്ത് ആ 4 ഇൻ്റർവ്യൂസും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഓരോ ഇൻ്റർവ്യൂവിന് മുമ്പും ഞാൻ മാതാവിൻ്റെ രൂപം ഞാൻ ഇരിക്കുന്ന ചെയറിൽ വെച്ചിട്ട് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് മുട്ടയിൽ നിന്ന് ചൊല്ലും. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ മടിയിലിരുന്ന് എന്നെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കണം, എന്നിട്ട് പാസ്സാക്കി തരണം എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എനിക്ക് ആ പ്രാർത്ഥനയുടെ സമയത്തേക്ക് ഓരോരോ വചനങ്ങൾ എനിക്ക് എവിടെ എന്നറിയില്ല, വാട്സപ്പ് എടുത്താലോ ഇൻസ്റ്റഗ്രാം എടുത്താലോ എനിക്ക് ഓരോരോ വചനങ്ങൾ വരാനായിട്ട് തുടങ്ങി. അച്ഛൻ്റെ ടോക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് വചനങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ വചനങ്ങളൊക്കെ എനിക്ക് എഴുതണമെന്നുള്ളൊരു ബോധ്യം കിട്ടി. ഞാനതെല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചു. ഞാനപ്പോൾ അത് സ്കൂളിലേക്ക് എടുത്ത ഒരു ബുക്കാണ്. പക്ഷേ ഞാൻ ആ ബുക്കിൽ തന്നെ മാതാവിനോട് പറഞ്ഞു, ഞാനിത് റെഡ് പേന കൊണ്ട് എഴുതുകയാണ്. ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം റെഡ് പെൻ എന്ന് പറയുന്നത് ടീച്ചർമാർ കൂടുതലും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഈ റെഡ് പേന വെച്ച് എഴുതാൻ പോവാണ്. അപ്പോൾ മാതാവ് എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം എനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വന്ന് ഏകദേശം ഒരു 10-60 വചനങ്ങളോളം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിലാണ് ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യം കഴിയുമ്പോഴും ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ജപമാല എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 മിനിറ്റോളം നിൽക്കുന്ന ഒരു ജപമാലയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്.
പിന്നീട് അപ്പോൾ എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ വേഗം വേഗം മൂവായി, 4 ഇൻ്റർവ്യൂസ് പാസ്സായി, അതിൻ്റെ ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഓരോ ചൊവ്വാഴ്ചകളിലാണ്. ഏജൻസിക്കാർ ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ട് ബുധനാഴ്ചയാണെന്ന് പറയുമെങ്കിലും എനിക്ക് വരുന്ന മെസ്സേജസിലെല്ലാം അത് ചൊവ്വാഴ്ചയായിരിക്കും അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ടോക്ക് കഴിയുമ്പോഴാണ് ഓരോ കോളും കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഡെമോ ക്ലാസ്സിൻ്റെ ഒരു സമയത്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയം എനിക്ക് മാതാവ് ഒരു അടയാളം തന്നായിരുന്നു. ഞാനൊരു 2:30-3 മണിയുടെ സമയത്ത് അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അപ്പോൾ അത് 7 തവണ കൈവിരിച്ച് പിടിച്ച് മുട്ടുകുത്തി എന്നാണ് ഞാൻ ചൊല്ലുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും, നീലത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് മാതാവ് എനിക്ക് റോസാപ്പൂവിൻ്റെ ഒരു അടയാളം തന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെസ്സേജ് വന്നത്, ഇതുപോലെ ഇൻ്റർവ്യൂ ഉണ്ട്, സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ വചനങ്ങളും ഉടമ്പടിയുമായിട്ട് റിലേറ്റ് ചെയ്ത വചനങ്ങളാണ്. ദൈവം പഴയ നിയമ ജനതയോട് ചെയ്ത ഉടമ്പടിയുടെ ഓരോ വചനങ്ങളാണ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പിന്നീട് എനിക്ക് സ്കൂളിലൊക്കെ സെലക്റ്റായി കഴിഞ്ഞപ്പോൾ സ്കൂളിൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത വചനങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഒലീവ് എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ആ വചനങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഹോസിയ 14:5 എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അവന് ഒലിവിൻ്റെയും മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ മാതാവ് എനിക്ക് തരും എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, മാതാവ് അത് ഉറപ്പിച്ചു, നിനക്ക് തന്നെയാണ്. പക്ഷേ എന്നാലും മാനുഷികമായ രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. കാരണം ഒന്നും എനിക്ക് എന്താണെന്നൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും അറ്റസ്റ്റേഷൻ ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു. അതുപോലെ തന്നെ ഒക്ടോബർ 25-ാം തീയതി ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടി വന്ന് പങ്കെടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു ഇവിടുന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത്. അതുപോലെ തന്നെ ഞാൻ സ്കാർഫ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജപമാല റാലിക്ക്. ഞാൻ ഓർത്ത് കൊന്ത ചൊല്ലി നടന്നാൽ മതിയല്ലോ, സ്കാർഫ് എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു സ്കാർഫ് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ജപമാല ചൊല്ലി നടക്കാം, നോക്കട്ടെ എന്നുള്ള ഏൽപ്പെടുന്നു. എന്നിട്ട് ഞാൻ അമ്മച്ചനോട് പറഞ്ഞു, മാതാവ് എനിക്ക് മഴവില്ലൊരു അടയാളമായിട്ട് കാണിച്ചു തരാണെങ്കിൽ ഞാൻ സ്കാർഫ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് നമ്മൾ കടൽ തീരത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റി മഴവില്ല്. അപ്പോൾ തന്നെ ഞാൻ സ്കാർഫ് എടുത്തിട്ട് മാതാവിനോട് മാതാവ് ചെയ്തതിന് സോറിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളും പ്ലസ് എൻ്റെ പാസ്പോർട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ള ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ ജപമാല ചൊല്ലി ജപമാല റാലിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു മാതാവിൻ്റെ മഴവില്ല് അവിടെ തെളിഞ്ഞിരിക്കുന്ന ഒരു അടയാളമായിട്ട്. കാരണം എല്ലാവരും ഇങ്ങനെ കൊന്ത ചൊല്ലി വേഗം വേഗം നടന്നു പോകണം, ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ നോക്കിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ആ പരിസരത്ത് നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്ത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ എൻ്റെ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഷൂസാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഷൂസിൽ കടൽ തീരത്തെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാനെടുത്തപ്പോൾ ഞാനിങ്ങനെ ആ മണ്ണ് എൻ്റെ കയ്യിലൊരു കൈക്കൊമ്പിളിൽ മണ്ണിങ്ങനെ കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ലക്ഷക്കണക്കിന് പേര് അമ്മയുടെ ജപമാല ചൊല്ലി നടന്നു പോയ മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് ഞാൻ എൻ്റെ നടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൽ മുട്ടുകുത്തി എന്നാണ് കുറേ തവണ ഞാൻ പ്രാർത്ഥിച്ചത്. കുറച്ച് മണ്ണേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരാഴ്ചയോളം ഞാൻ അതിലിങ്ങനെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു. എനിക്ക് വേഗം തന്നെ വിസ വന്നു, ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ വന്നു. വിത്തിൻ 2 മന്ത്, അതായത് ഒക്ടോബർ 16 ഞാൻ ചെയ്തു. സെപ്റ്റംബർ 16 ആയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. വീണ്ടും ഒക്ടോബർ 16, സെപ്റ്റംബർ 16, അതിനടുത്ത് തന്നെ ഡിസംബർ 16 ആ ഒരു സമയത്തിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ വിസയും കിട്ടി, എൻ്റെ ടിക്കറ്റും കിട്ടി. ഈ വരുന്ന ഡിസംബർ 31-ാം തീയതി ഞാൻ ഖത്തറിലോട്ട് പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഏറ്റവും നന്ദി പറയുന്നു എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഇതെൻ്റെ 1ാമത്തെ സാക്ഷ്യമാണ്. ഇനി 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു നല്ല ഭവനം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ സമയത്ത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി. അപ്പോൾ എത്ര നോക്കിയിട്ടും ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനെ വന്ന് ഇവിടെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് കാശുരൂപം തന്നു. അപ്പോൾ ഞാനും അമ്മച്ചിയും കുടുംബാംഗങ്ങളെല്ലാവരും ചെറിയക്കോ പ്രാർത്ഥന പോലെ ആ പറമ്പിന് ചുറ്റും നടന്ന് ജപമാല ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കാശുരൂപം അവിടെ കുഴിച്ചിട്ടു. പിന്നെ വിഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യുമായിരുന്നു അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഏത് സ്ഥലമാണോ ഞങ്ങൾ വിൽക്കാനായിട്ട് ആഗ്രഹിച്ചത്, ഞങ്ങൾ കാശുരൂപം ഇട്ട ആ സ്ഥലത്തു കൂടി തന്നെയാണ് അതിങ്ങനെ അളന്ന് കൃത്യമായിട്ട് പോയത്. ഞങ്ങൾക്ക് വളരെ നല്ലൊരു മനോഹരമായ ഭവനം നൽകി അനുഗ്രഹിച്ചു. 2023 മാതാവ് തന്നത്. കോവിഡിൻ്റെ ആ ഒരു സമയമൊക്കെ ആയിരുന്നു കാരണം എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചിരുന്നില്ല.
അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ നട തന്നെയാണ്. അപ്പോൾ ആര് വന്നാലും ഞങ്ങളുടെ വീട്ടിൽ അവർ പറയും ദൈവത്തിന് ഏറ്റവും മനോഹരമായൊരു സ്ഥലം നിങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളത്. ഇപ്പോഴും ഈ ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. അത് മാതാവിൻ്റെ ഒരു വലിയ കൃപയാണെന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് മാതാവ് ഒരുപാട് അടയാളങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂസൊക്കെ പാസ്സാവണേൻ്റെ ആ സമയത്ത് റോസാപ്പൂവിൻ്റെ ഇതിലും തിരിയിൽ പിന്നെ ഹാർട്ടിൻ്റെ ഇതിലൊക്കെ കണ്ടായിരുന്നു. അതുപോലെ സുഗന്ധാഭിഷേകം ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം പലപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് മാതാവിൻ്റെ തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ഉഴപ്പിക്കളഞ്ഞ ഉടമ്പടിയിൽ നിന്ന് തിരിച്ച് പുതുക്കി വന്നപ്പോൾ അകലെല്ലാം കാണിച്ച ഒരു ഇതിൽ നിന്ന് ഏറ്റവും അടുക്കാനായിട്ട് 10 ഇരട്ടി തീക്ഷ്ണതയോടെ അടുത്ത് കഴിഞ്ഞപ്പോൾ മാതാവ് കൃപകൾ വാരിക്കോരി ചൊരിയുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നീട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെട്ടപ്പോൾ മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാതാവിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ ക്യൂവിൽ നിന്ന് മാതാവിനെ കണ്ടു. അന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ മുട്ടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവിനും എൻ്റെ പൊന്നീശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പാടില്ലാതെ ഒരു ഓപ്പറേഷൻ ചെയ്തൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു മാസത്തേക്ക് അല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ സന്ദർശിച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ കാണുന്ന ഇതിലൊക്കെ ജെനുവിനായിട്ടുള്ള കേസസിൽ എന്നാൽ കഴിയാവുന്ന വിധത്തിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, ധനസഹായം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഓരോ മാസം ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകും. എന്നിട്ട് ആ പത്രത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലും, ഒരു സ്വർഗസ്സനായ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി അതിൻ്റെ ഒപ്പം വിശുദ്ധ തൈലവും പുരട്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേ കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ കുറേ പേര് കിട്ടിയെന്ന് പറയും, അല്ലെങ്കിൽ വാങ്ങിക്കില്ല. അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. അപ്പോൾ ഞാനത് പിന്നീട് ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളുകൾ ചോദിക്കും, നിങ്ങളുടെ നിയോഗം, മോളുടെ നിയോഗം എന്താ, ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. ഇനിയും ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് മാതാവ് എന്നെ സഹായിച്ചു. ജപമാലകൾ ചൊല്ലാനും പരിശുദ്ധ കുർബാനയിൽ വളരെ ഭക്തിയോടുകൂടി പങ്കെടുക്കാനും കുമ്പസാരത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എല്ലാം മാതാവ് വളരെ ശക്തമായിട്ട് തന്നെ എനിക്ക് പ്രചോദനം നൽകി എന്നെ സഹായിച്ചു. ഇതിനെല്ലാത്തിനും പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി കോടാനുകോടി നന്ദി പറയുന്നു. ഹോസിയ 14:5-7 വരെ തിരുവചനങ്ങൾ. ഇസ്രയേലിന് ഞാൻ തുഷാര ബിന്ദു പോലെ ആയിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും, അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും, അവൻ ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അവർ തിരിച്ചു വന്ന് അവൻ എൻ്റെ തണലിൽ വസിക്കും, പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും, ലബനോനിലെ വീഞ്ഞ് പോലെ അവർ സൗരഭ്യം പരത്തും. മരിയ ബെറ്റ്സി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതം എത്ര കണ്ട് തൻ്റെ ഭൗതിക ജീവിതത്തെ അനുഗ്രഹിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അലസമായി ഉടമ്പടി ജീവിച്ചൊരു കാലവും ആത്മാർത്ഥമായി ഉടമ്പടി ജീവിച്ച ഒരു കാലവും മകൾക്കുണ്ട്. 2 കാലത്തിൻ്റെയും വ്യത്യാസങ്ങൾ മകൾ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. മകൾ പറയുന്നുണ്ട്, അറിഞ്ഞ് സ്നേഹിച്ച് ഉടമ്പടിയുടെ ഓരോ കാര്യവും ചെയ്തു തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ അന്ന് വരെ ഇല്ലാതിരുന്ന വിധത്തിൽ സന്തോഷം, സമാധാനം, ജീവിതത്തിലെ പരിശ്രമങ്ങൾക്കൊക്കെയും ഫലസിദ്ധി, ആഗ്രഹിച്ച് സമർപ്പിക്കുന്ന ഓരോ നിയോഗവും അമ്മ മാതാവ് ഏറ്റെടുത്ത് സമയചുരുക്കത്തിൽ അനുവദിച്ചു തരുന്നത് കാണുന്നുണ്ടായിരുന്നുവെന്ന്. ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ പറയുന്നതും വിദേശത്ത് ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. ആദ്യത്തെ പരിശ്രമം പരാജയപ്പെട്ടു, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ക്ലേശത്തിൻ്റെയും ഒരു അനിശ്ചിതത്വത്തിൻ്റെയും കാലത്തിലൂടെ മകൾ കടന്നു പോകുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കിത് ശ്രദ്ധ വയ്ക്കേണ്ട ഒരു മേഖലയാണ്. ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം നമ്മുടെ ആത്മീയ ജീവിതം ക്രമപ്പെടുത്തുകയും ഭൗതിക ജീവിതത്തെ നീതിയിലും സ്നേഹത്തിലും നിലനിർത്തുകയും ചെയ്തിട്ടും നമുക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ, തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ അത് ഓർത്തുകൊള്ളണം. കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് ദൈവം കൈപിടിക്കുന്നതിനുള്ള അവസരമാണെന്ന്. താൽക്കാലികമായ വേദനകളും ഇകഴ്ത്തലുകളും താൽക്കാലികമായ അപമാനങ്ങളും മാറ്റി നിർത്തപ്പെടലുകളും നമുക്കത് വേദന നൽകുന്നത് തന്നെയാണെങ്കിലും നമ്മൾ ദൈവകരങ്ങളിലേക്ക് ആ ജീവിത അവസരങ്ങളെയും ജീവിത വഴികളെയും അറിഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്താൽ
നാം അതിലും വളരെ മെച്ചപ്പെട്ട വളരെ നന്മയുള്ള ജീവിതം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വയ്ക്കുന്നത് കാണാനാവും. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ക്ലേശത്തിലായി പോവുക ഒരു പരീക്ഷണത്തിൻ്റെ അവസരത്തിൽ ദൈവത്തെ കൈവിട്ട് കളയുന്നു എന്നതുകൊണ്ടാണ്. ജീവിതം ഉലയുന്ന അവസരത്തിൽ കൂടെ വേണ്ടത് കർത്താവെന്ന് തിരിച്ചറിയുമ്പോഴും കർത്താവിൽ ശരണപ്പെട്ട് അചഞ്ചലമായി നിൽക്കുവാൻ നമുക്ക് വരുന്ന ഒരു അധൈര്യമോ അലസതയോ ആണ് പലപ്പോഴും ജീവിതം കൂടുതൽ ക്ലേശപൂർണ്ണമാക്കുക. മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ജീവിതം വല്ലാതെ അസ്വസ്ഥപ്പെടുമ്പോഴും ജോലി നഷ്ടപ്പെട്ട ജീവിതം അതൊന്ന് ഉലയുമ്പോഴും അമ്മ മാതാവിൻ്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് കൂടുതൽ വിശ്വസ്തതയിലും കൂടുതൽ ത്യാഗത്തിലും ആത്മാർത്ഥതയോടുകൂടി മകൾ ഉടമ്പടി ജീവിക്കുവാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. മകൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു ജപമാല തീരുവാൻ 50 മിനിറ്റെങ്കിലും എടുക്കുമായിരുന്നു. നമുക്കൊരു ജപമാല 20 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് ഓടിച്ചൊക്കെ ചൊല്ലാൻ പറ്റും. പക്ഷേ ഒരു ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ അമ്മ മാതാവിനോടൊപ്പമുള്ള ഏറ്റവും ശാന്തമായ ഒരു സംസാരം, വചനം ചേർത്ത് വെച്ചുള്ള ഒരു സംസാരം, ജീവിതത്തിൽ ബന്ധപ്പെടുന്ന മേഖലകളെയും പ്രാർത്ഥിക്കേണ്ട വ്യക്തികളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സംസാരം, അത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത് ചൊല്ലിത്തീർക്കലല്ല, മറിച്ച് അമ്മ ഇടപെടും വിധം ജീവിതത്തെ ക്രമീകരിച്ചു കൊടുക്കലാണ് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുമ്പോഴാണ് ഉച്ചരിക്കുന്ന വാക്കിനും ചെയ്യുന്ന പ്രവൃത്തിയും നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി നിർവഹിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ആവർത്തിച്ച് പറയുക, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഉടമ്പടി, അത് ജീവിക്കുന്ന ചെയ്യുന്ന പ്രവൃത്തികളാണ്. കാരണം ഉടമ്പടിയുടെ പ്രാർത്ഥനയും ഉടമ്പടിയുടെ പ്രവൃത്തികളും അത് ആത്മാവ് കൊടുത്ത് ചെയ്യുന്നില്ലെങ്കിൽ അത് ഫലമില്ലാതെ ശൂന്യതയാവും. പ്രിയമുള്ളവരെ, മകളുടെ ആ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവൾ ഉടമ്പടി മനസ്സിലാക്കി സ്നേഹത്തോടെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന നിമിഷം മുതൽ ഓരോ കാര്യവും അത് പൂർണ്ണമായും അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് സമയം നോക്കാതെ സന്തോഷത്തോടെ നിർവഹിക്കുവാൻ അവളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അതാണ് അവൾക്ക് ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ, സുന്ദരമായൊരു വീട് നിർമ്മിച്ചു തീർത്തതിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ, അതിലേറ്റവും മനോഹരമായി ഒരു കർത്താവിൻ്റെ നട ഒരുക്കിയെടുത്തു എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ചോദിക്കുന്നതൊന്നും ദൈവം നിരസിക്കാറില്ല. ചോദിക്കുന്ന നിയോഗങ്ങൾക്ക് നന്മയായിട്ടുള്ളതൊക്കെയും അനുവദിച്ച് തരാറുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൗശലമോ മുനകളോ ഉണ്ടെങ്കിൽ ആ മുനയൊടിച്ചും കൗശലം നീക്കിയും അത് വിശ്വസ്തമായി കരങ്ങളിൽ എങ്ങനെ ഏൽപ്പിക്കണമോ ആ രീതിയിൽ നമ്മളെ ഏൽപ്പിക്കുന്നതാണ് അനുഗ്രഹമായി നാം അനുഭവിക്കുന്നത്. നാം ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി നമ്മളെ വളർത്തുന്നുണ്ടോ? നമ്മുടെ ഭൗതികമായ കാഴ്ചപ്പാടുകളെ, ആത്മീയമായ ജീവിതത്തെ ഉടമ്പടി എത്രത്തോളം വളർത്തുന്നുണ്ട്? കുറേ കൂടി ശാന്തതയിലേക്ക് നമ്മളെ മാറ്റുന്നുണ്ടോ? കുറേ കൂടി മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ താല്പര്യങ്ങൾ ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ക്രമീകരിക്കുവാൻ നമുക്ക് സഹായിക്കുന്നുണ്ടോ? അങ്ങനെ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ ഒരു ഷിഫ്റ്റിന് വേണ്ടി, ഒരു പാരഡൈം ഷിഫ്റ്റിന് വേണ്ടി കൊണ്ടുവരുന്നുവെങ്കിൽ, സമൂലമായൊരു പരിവർത്തനത്തിന് വേണ്ടി ഉപകരിക്കുന്നുവെങ്കിൽ നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും, ഏറ്റവും വിലപ്പെട്ടത്, ഒരിക്കലും ഒരു നിമിഷം പോലും നഷ്ടപ്പെടുവാൻ പാടില്ലാത്തത് എൻ്റെ കർത്താവ് മാത്രമെന്ന്. കർത്താവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിച്ചു എന്നതാണ് മറിയത്തിൻ്റെ പ്രത്യേകതയും. അമ്മ മാതാവ് ദൈവപിതാവിന് വാക്കുകൊടുത്ത നിമിഷം മുതൽ അമ്മ ദൈവപിതാവിനോടൊപ്പം ജീവിതത്തിൻ്റെ മുഴുവൻ കനൽ വഴികളെയും നടന്നു തീർത്തു. അത് അല്പം പോലും പരാതിയില്ലാതെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളെ മുഴുവനും സ്വീകരിച്ചുവെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്ത ഉടനെ അനുഗ്രഹങ്ങളായി എല്ലാം മാറുന്നുവെന്നല്ല, മറിച്ച് ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെയും ദൈവികമായി കാണുവാൻ നമുക്ക് കാഴ്ച കിട്ടുന്നു എന്നതാണ് പ്രത്യേകത. കുറേ ക്ഷമിക്കുവാൻ, ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചാൽ വിട്ടുകളയുവാൻ, കുറേയൊക്കെ നിർബന്ധങ്ങളെ ഉപേക്ഷിക്കുവാൻ, ആർത്തിയില്ലാതെ ജീവിക്കുവാൻ അമ്മ മാതാവ് നമ്മുടെ കരം പിടിച്ചുകൊണ്ട് പറയും, ഇതിലും വലുത് എത്രയോ ലോകത്ത് നടന്നതാ, എന്നിട്ട് ഇപ്പോൾ എന്തായി? അതുകൊണ്ട് നീ എന്തിന് ചെറിയ കാര്യങ്ങൾക്ക് ഇതിന് മാത്രം ആദ്യ പിടിക്കുന്നു, വേദനിക്കുന്നു? വിട്ടുകള. നിനക്ക് വേണ്ടത് അനുഗ്രഹമായിട്ടുള്ളത്, നിലനിൽക്കുന്നത്, നിന്റെ ആത്മാവിന് നാശമുണ്ടാക്കാത്തത് ഞാൻ നിനക്ക് നേടിത്തരുമെന്ന. അതെപ്പോഴും ഉടമ്പടിയിൽ നമുക്ക് കാണാനാവും. ആത്മാവിനെ നശിപ്പിക്കാത്തതൊക്കെയും ദൈവം അനുവദിച്ചു തരുവാൻ അല്പം പോലും അമാന്തിക്കാറില്ല. അതുകൊണ്ട് ഉടമ്പടി ജീവിതം എന്നത് നമ്മുടെ ആത്മാവിനെ കുറേ കൂടി ദൈവത്തിന് ഉടമസ്ഥത കൊടുക്കും വിധം ജീവിതത്തെ ശുദ്ധീകരിച്ചെടുക്കലാണ്.
ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമുക്കെപ്പോഴും നോട്ടവും പ്രാർത്ഥനയുമെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും സങ്കടപ്പെട്ടു പോകും. കാരണം കിട്ടുന്ന നേട്ടത്തിനപ്പുറം ആദ്യ പിടിപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും. നാം നേട്ടത്തെ മാത്രമാണ് കാണുന്നതെങ്കിൽ നേട്ടത്തിനപ്പുറം അതിന് പുറകെ വരുന്ന പുതിയ വിഷയങ്ങൾ, പുതിയ പ്രശ്നങ്ങൾ, അത് തലവേദന മാറാത്തതുപോലെ നമുക്ക് നിലനിൽക്കും. മറിച്ച് ദൈവമാണ് ജീവിതത്തിൻ്റെ ഉടമസ്ഥതയായി മാറേണ്ടതെന്ന് നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും സമാധാനത്തോടെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കിത്തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനാണ് അമ്മ മാതാവ് നമ്മളെ കരം പിടിച്ചുകൊണ്ട് ഈ ജീവിതശൈലി പഠിപ്പിക്കുന്നത്. ദൈവത്തിന് പ്രഥമ സ്ഥാനം, ദൈവേഷ്ടമായിരിക്കണം നമ്മുടെ നിയോഗം. ദൈവേഷ്ടത്തിൽ നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ജീവിതത്തിൻ്റെ ഏത് കഷ്ടപ്പെടുന്ന വിഷയങ്ങൾക്ക് മേലും ദൈവം കരം പിരിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് ഒരുക്കിത്തരും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.